ഗൈസ്, വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 90Kൻ്റെ മുകളിലുണ്ട്. XRP ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. XRPനെ സംബന്ധിച്ചിടത്തോളം 2021 ഈ സെക്കൻഡ് പ്രശ്നങ്ങൾ കാരണം വളരെയധികം $1 മുകളിൽ പോയിരുന്ന കോയിന് വളരെയധികം ഡൗണിലേക്ക് വരികയും നല്ല രീതിയിൽ ട്രോളൊക്കെ കിട്ടിയിരുന്ന ഒരു കോയിനാണ്. കാരണം ടോപ്പ് 10 ഒരു ഗ്രോത്തും ഇല്ല. ഈ പറയുന്ന പ്രീ ഹാൾവിങ് റാലി സമയത്തൊക്കെ എല്ലാ കോയിനും ഗ്രോത്ത് ഉണ്ടായപ്പോൾ പോലും XRP ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. പല കോയിൻസൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ട് പോലും XRP ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ പക്ഷേ ഒരു വലിയ കമ്മ്യൂണിറ്റി XRPൻ്റെ പിറകിലുണ്ടെന്ന് നമുക്ക് ട്വിറ്ററൊക്കെ നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴും XRP റിലേറ്റഡ് ആയുള്ള മെസ്സേജസും വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിൽ സജീവമായിട്ട് കാണാൻ പറ്റും. എന്താണ് XRPക്ക് ഉണ്ടായ പ്രശ്നം? XRP ഇപ്പോൾ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ബ്ലോക്ക് ചെയിനൊക്കെ എൻ്റെ ഗവൺമെൻറ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് 10 ഉണ്ടായ ഈ XRPയെ സംബന്ധിച്ചിടത്തോളം ഈ ഫാൻ ബേസ് ഉണ്ടാകാൻ കാരണം അതിൻ്റെ പൊട്ടൻഷ്യലാണ്. പക്ഷെ എന്ത് പറ്റി? XRPയെ സെക്ക് ബാൻ ചെയ്യുകയും അതുമൂലം പല എക്സ്ചേഞ്ചുകളിൽ നിന്നും XRPയെ ഒഴിവാക്കി. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യപ്പെട്ടു? XRPയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന സെറ്റപ്പിൽ എത്തുമ്പോഴാണ് ഒരു ഹ്യൂജ് ഹോൾഡിംഗ് കമ്മ്യൂണിറ്റിയെ അത് ബാധിക്കും. ഇത്രയും നെഗറ്റീവ് ന്യൂസ് സെക്കിനെതിരെ നിങ്ങൾക്ക് ഡെയിലി സെക് മീറ്റിങ്ങിൽ XRP എന്തെങ്കിലും റിലേറ്റഡ് ആയ അപ്ഡേറ്റ്സ് ഉണ്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പോലും ഒരു അപ്ഡേറ്റ്സ് ഇല്ലാതെ 3 വർഷമാണ് കഴിഞ്ഞു പോയത്. എന്നാൽ ഇപ്പം എന്താണ് XRP വീണ്ടും $1 എത്തിയത്? ഈ $1 എത്തിയതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ക്രിപ്റ്റോ സംബന്ധിച്ചിടത്തോളം $1 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ മാർക്കാണ്. അത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്, ഉദാഹരണത്തിന് BTC 50K, ഇപ്പോൾ BTC 100K ഒക്കെ അടിച്ചാൽ അത് ഭയങ്കര മാർക്കാണ്. ഇപ്പോൾ ADN ഒരു $1, ഇപ്പം ഡോജ് ഒരു $1 ഒക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹ്യൂജ് മാർജാണ്. അതുണ്ടാക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഡോജൊക്കെ $1 ആണ് അടിക്കുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഗ്രോത്ത് പെട്ടെന്നായിരിക്കും. പിന്നെ നമ്മൾ നെട്ടിപ്പോവും. അങ്ങനെ അതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പല കോയിൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, $1 എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ $5 അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത സെക്ഷൻ ഓഫ് ഗ്രോത്ത് പൊതുവേ പെട്ടെന്ന് കൂടാറുണ്ട്. XRPയെ സംബന്ധിച്ചിടത്തോളം ഈ $1 എന്നുള്ള ന്യൂസ് എൻ്റയർ വേൾഡ് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിൽ പടർന്നു പോയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ? എന്തുകൊണ്ട് XRP $1 അടിക്കുന്നു? എന്തുകൊണ്ട് XRP ഗെയിൻ മൊമെൻ്റ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും പറഞ്ഞ പോലെ ട്രംപ് വന്നേ പിന്നെ ആദ്യമായി ചെയ്യാമെന്ന് പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത് സെക്കിൻ്റെ ചെയർമാനായ ഗാരിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഗാരി റിലേറ്റഡ് ആയിട്ടാണ് സെക്കാണ് എന്ത് ചെയ്യപ്പെട്ടത്? XRPനെ ബാൻ ചെയ്തത്. ഈ XRPയെ പല ഈ പ്രശ്നം ഗവൺമെൻറ് റിലേറ്റഡ് ആണെങ്കിൽ പോലും XRPയെ ബാൻ ചെയ്തതിന് സെക്കാണ്. അപ്പോൾ ഇനി പുതിയൊരാൾ വരികയും XRPൻ്റെ ബാൻ മാറ്റുകയും ചെയ്യുമെന്നുള്ള പ്രതീതി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ജനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു ന്യൂസൊക്കെ ഞാൻ കണ്ടിരുന്നു, അതിൻ്റെ സപ്ലൈ ഷോക്ക് വളരെ അധികമാണെന്നും അതുകൊണ്ട് തന്നെ XRPക്ക് അത്യാവശ്യം ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും, പക്ഷേ ഈ ഒറ്റ സെക്ക് റിലേറ്റഡ് ആയ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഗ്രോത്ത് ഇല്ലാത്തതെന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പം നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ എന്നാൽ ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, വലിയ എമൗണ്ടിന് XRP ബൈ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണോ സെക്ക് ബാൻ ഒഴിവാക്കുന്നത് അന്നൊരു വലിയ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്നിപ്പോൾ $1 വന്ന പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂസ് വരും, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ന്യൂസ് വരും എന്നുള്ള ഹോപ്പിലാണ് അവരിതിന് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന പോസിറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ ഈ സെക്ക് വീണ്ടും ഡിലേ ചെയ്യുകയാണെങ്കിൽ XRPക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, എപ്പോഴാണോ ഈ ന്യൂസ് വരുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ സാധ്യത പോസിറ്റീവിനുണ്ട്. എന്തുകൊണ്ട്? പുതിയ സെക്ക് വരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് XRPയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് നിരന്തര കേസുകൾ നടത്തുന്നു. ഒരുപാട് കേസുകൾ XRP ടീംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് പുതിയൊരു ക്രിപ്റ്റോ സപ്പോർട്ടർ സെക്കിലെ ചെയർമാനായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി XRPയെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു സഡൻ സർജ് XRPയിലുണ്ടാവും. കഴിഞ്ഞ 4 വർഷമായിട്ട് ഹ്യൂജ് ഹോൾഡിങ്സ്, അല്ലെങ്കിൽ ടോപ്പ് 10 തന്നെ നിൽക്കാൻ പറ്റില്ല. ഇത്രയും നാളും XRPക്ക് ടോപ്പ് 10 നിൽക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ബയേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ആണ്. എന്ത്? സെക്ക് ഒരിക്കൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അത് റിലേറ്റഡായ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ XRP ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല, പ്രത്യേകിച്ച് ഇപ്പം തന്നെ $1 മാർക്ക് മുട്ടിയത് കൊണ്ട് ഈ ന്യൂസ് വന്നാൽ, ഇത് ഞാൻ നിങ്ങളോട് പറയും, ഇതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. എന്തുകൊണ്ട്? ആ ന്യൂസ് വന്നിട്ടില്ലെങ്കിൽ ഇതിനുള്ള റിട്ടാർഡേഷൻ ഉണ്ടാവും. ഇപ്പം ആ ന്യൂസ് റിലേറ്റഡ് ആയ ഒരു ബാഡ് ന്യൂസ് വന്നില്ലെങ്കിൽ വീണ്ടും ഇത് റിട്ടാർഡ് ചെയ്യപ്പെടും. പക്ഷേ ആ ന്യൂസ് ഗുഡ് ആണെങ്കിൽ
ഇപ്പോൾ കഴിഞ്ഞ 2021 ബാൻ ചെയ്യപ്പെട്ടതിന് ശേഷം 3 വർഷമായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന XRP കേസുകൾ പോകുന്ന ആ ഒരു സംഭവം ട്രംപ് വന്നതിന് ശേഷം പുതിയ സെക്ടർ ലീഡറാണ് വരുന്നത്. അദ്ദേഹം ക്രിപ്റ്റോയെ സപ്പോർട്ടീവായി കാണുന്നു. XRPൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ XRP വളരെയധികം ഗ്രോത്ത് ചെയ്യും. ഈ ഒരു ഇവിടെയാണ് XRP നിൽക്കുന്നത്. അതിനിങ്ങനെ തടയുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഹോൾഡേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് ടോപ്പ് 10 തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാണോ ആ ന്യൂസ് ഗുഡ് ആവുന്നത് അന്ന് അതൊരു അത്യാവശ്യം ഗ്രോത്തിലേക്ക് പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു XRP ബൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം എപ്പോഴും ഉണ്ടാവണം. എന്ത് ഗുഡ് ന്യൂസ്, ആ ഒരു ബാൻ ആയിട്ടുള്ള സെക്കൻഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെട്ടാൽ വലിയ ഗ്രോത്ത് ഉണ്ടാവാം. അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യപ്പെടും, കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ഈ കൺസോൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ $1 മാർക്ക് മുട്ടുക എന്നുള്ളത് XRP ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2021 ശേഷം അവർ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഇപ്പം തന്നെ ആ ശ്രമം നടത്താൻ പറ്റിയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുഡ് ന്യൂസ് വരികയാണെങ്കിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവും. TRXനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നമുക്ക് നാളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ കുറച്ചും കൂടിയും ഇന്ന് ഈ പറയുന്ന XRPയും TRXും നമ്മൾ പബ്ലിക് ഗ്രൂപ്പിൽ ലോങ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ ഫ്രീ സിഗ്നൽസ് ലഭ്യമാണ്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീമിയത്തിലേക്ക് വരണോ എന്നൊക്കെ എനിക്ക് ചിന്തിക്കാം. പക്ഷേ TRXും ഞാൻ കുറച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പറയണമെന്നുണ്ട്, വീഡിയോയുടെ ലെങ്ത് ഉണ്ടായതുകൊണ്ട് TRX റിലേറ്റഡ് നാളെ സംസാരിക്കും.